മൈതാനത്ത് ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. മത്സരത്തിനിടയിൽ സഹോദരന് പരിക്കേറ്റു. അങ്ങനെ പരിക്കേറ്റ സഹോദരനെ തോളിൽ വഹിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകും വഴി എതിരെ വന്ന ഒരാൾ ചോദിച്ചു, ഭാരമാണ്? ജ്യേഷ്ഠൻ പറഞ്ഞു, ഭാരമല്ല, സഹോദരനാണ്. ഇതുപോലെ വൈദിക പരിശീലനത്തിനിടെ ഒരു സെമിനാരിക്കാരൻ സുപ്പീരിയറിനോട് ചോദിച്ചു, ദൈവവിളി അല്ലെങ്കിൽ സമർപ്പിത ജീവിതം ഭാരമാണ്? ഒരു ചെറുപുഞ്ചിനോടുകൂടി സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, ഭാരമല്ല, മറിച്ച് ക്രിസ്തുവാണ്. ഭാരമല്ല, മറിച്ച് ക്രിസ്തുവാണ്. വലിയ ഭാഗ്യമാണ് ചെക്ക ദൈവരാജ്യത്തിന്റെ കാവൽക്കാരനാകുക എന്നുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, യേശുനാഥൻ പറയുകയാണ്, വിളവധികം വേലക്കാരും ചുരുക്കം. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, ഈശോ അവിടെ തടിച്ചുകൂടിയ ജനത്തെ കണ്ടപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെയാണ് ഈശോയ്ക്ക് തോന്നിയത്. കാരണം അവരുടെ രോഗികളും പീഡിതരും പിശാചുബാധിതരും എല്ലാം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നാം സമൂഹത്തിൽ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഇന്നും ഇതേപോലെ രോഗികളും പീഡിതരും പിശാചുബാധിതരും എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെല്ലാം നേടിയെടുക്കുവാൻ ഈശോ നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. അവൻ തന്റെ രക്ഷാകര ചരിത്രം നമ്മളിലൂടെ വീണ്ടും നടത്തുകയാണ്. നമുക്കൊന്ന് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ഈശോയുടെ ഹിതം നിറവേറ്റുന്നുണ്ട്? ഫ്രാൻസിസ് പാപ്പ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഐ ഡിഡ് ഫോർ ക്രൈസ്റ്റ്, വാട്ട് ഐ എം ഡൂയിങ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് വാട്ട് ഐ വിൽ ഡു ഫോർ ക്രൈസ്റ്റ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ക്രിസ്തു വേണ്ടി എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യവുമായിരിക്കണം അനുദിന ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ വാക്താക്കളായി നമുക്ക് തീരാം. അതിനായി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.